Hi dear students, welcome back to Indian Financial System. Indian Financial Systemത്തിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ മണി മാർക്കറ്റിന്റെ ഇൻസ്ട്രുമെന്റ്സ് ആയിരുന്നു. നമ്മൾ പരിചയപ്പെട്ട ഇൻസ്ട്രുമെന്റ്സ് ട്രഷറി ബില്ല് നമ്മൾ പരിചയപ്പെട്ടു, കോൾ ഓർ നോട്ടീസ് മണി, കൊമേഴ്ഷ്യൽ ബിൽസ് അല്ലെ, ഇത്രയും കാര്യങ്ങളാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ കഴിഞ്ഞ സെഷനുകളിൽ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളത് കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സെഷനുകളിൽ ജസ്റ്റ് ഒന്ന് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. അതിന് മുമ്പ് എന്താണ് മണി മാർക്കറ്റ് അല്ലെങ്കിൽ മണി മാർക്കറ്റിന്റെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടേം പീരീഡിലേക്ക് ഫണ്ടിന്റെ റിക്വയർമെന്റ്സ് വരുന്ന സമയത്ത് ഫണ്ട് ആ റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഷോർട്ട് ടേം പീരീഡിലേക്ക് നമുക്ക് സർപ്ലസ് ഫണ്ടുകൾ ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഇൻവെസ്റ്റ്മെന്റിനും പ്രൊക്യൂർമെന്റിനും വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് ഇൻസ്ട്രുമെന്റ്സുകളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. സോ അതിൽ ട്രഷറി ബില്ല്, കോൾ നോട്ടീസ് മണി, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബില്ല് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആണ്. സോ നമുക്ക് നോക്കാം എന്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്നുള്ളത്. നമ്മളെല്ലാവരും ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടും അതുപോലെ തന്നെ സേവിങ്സ് അക്കൗണ്ടുകളിലൊക്കെ ആയിട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് തന്നെയാണ് ആക്ച്വലി സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇത് കൊമേഴ്ഷ്യൽ ബാങ്കുകളും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമാണ് ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മുടെ കയ്യിൽ സർപ്ലസ് ആയിട്ടുള്ള ഫണ്ട് ഉണ്ടെങ്കിൽ ആ ഫണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. സപ്പോസ് നമ്മുടെ കയ്യിൽ 1,00,000 രൂപയുണ്ട്, ആ 1,00,000 രൂപ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ഫിക്സഡ് പീരീഡിലേക്ക്. അത്തരത്തിൽ ഒരു ഫിക്സഡ് പീരീഡിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് നമുക്കൊരു സർട്ടിഫിക്കറ്റ് നൽകുന്നു. അത് ആ ഒരു സിസ്റ്റമാണ് ഇവിടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. അത്തരത്തിൽ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ എന്തായിരിക്കും, ഡീമെറ്റീരിയലൈസ്ഡ് ഫോർമാറ്റിലുള്ളതായിരിക്കും. അതായത് ഇലക്ട്രോണിക് ഫോർമാറ്റിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും നമുക്ക് ഇഷ്യൂ ചെയ്യുന്നത്. ആ സർട്ടിഫിക്കറ്റ് നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള ആളുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയിട്ട് നമുക്കത് എന്ത് ചെയ്യാം, ഫ്രീലി ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അതായത് ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പേയ്മെന്റ് നടത്താനുണ്ടെങ്കിൽ നമുക്ക് നൽകാവുന്നതാണ്. ഓക്കെ, ഇതാണ് ബേസിക്കലി ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ദെൻ ട്രഷറി ബില്ല് പോലെ തന്നെ അല്ലെങ്കിൽ ട്രഷറി ബില്ലിന്റെ അതേ ലെവലിൽ തന്നെ വരുന്ന ഒന്നാണ്. മിനിമം റിസ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റിയ ഒരു ഓപ്ഷനും കൂടിയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം അതിന്റെ ഡീറ്റെയിൽസ്. ഇറ്റ് ഈസ് ദി നെക്സ്റ്റ് ലോവസ്റ്റ് റിസ്ക് കാറ്റഗറി ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആഫ്റ്റർ ട്രഷറി ബില്ല്. ട്രഷറി ബില്ല് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലോവസ്റ്റ് റിസ്കിൽ വരുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ബാങ്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ബാങ്കിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ റിസ്ക് കുറവാണ് അല്ലേ. ദെൻ സെക്കൻഡ് വൺ, ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇഷ്യൂസ് ദി CD. ആരാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്? ബാങ്കുകളാണ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് മെയിൻലി ടു ഓഗ്മെന്റ് ഫണ്ട്സ് ബൈ അട്രാക്ടിംഗ് ഡെപ്പോസിറ്റ്സ് ഫ്രം കോർപ്പറേറ്റ്സ്, ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ്, ട്രസ്റ്റ് എക്സെട്ര. ദെൻ എന്തിനാണ് ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കോർപ്പറേറ്റ്സുകളെയും അതുപോലെ തന്നെ ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസിനെയും ട്രസ്റ്റുകളെയും സർപ്ലസ് ഫണ്ട് ഉള്ള ആളുകളെ, എൻറ്റിറ്റീസിനെ ഈ ഒരു ഫണ്ടിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനിലേക്ക് അട്രാക്ട് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നതിലൂടെ ആളുകൾ എന്ത് ചെയ്യും, ഇത്തരത്തിൽ ഇൻവെസ്റ്റേഴ്സിനെ ഇത്തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിലേക്ക്, ഒരു ഓപ്ഷനിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിലൂടെ ബാങ്കുകളുടെയും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഷോർട്ട് ടേം ഫണ്ട് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ദെൻ CD ഈസ് എ നെഗോഷ്യബിൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്. നേരത്തെ ഞാൻ പറഞ്ഞു നെഗോഷ്യബിൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ് വിത്ത് ടൈറ്റിൽ. ടൈറ്റിലോട് കൂടിയിട്ട് നമുക്ക് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. എന്താണ് വിത്ത് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ സെഷനുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് നൽകുകയാണെന്നുണ്ടെങ്കിൽ എനിക്കുള്ള അതേ റൈറ്റ് നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിൽ കിട്ടുന്നു എന്നുള്ള, അത് നിങ്ങൾക്ക് അതിൽ പറയുന്ന എമൗണ്ട് വിഡ്രോ ചെയ്യാനും അതിൽ പറയുന്ന കാര്യങ്ങൾക്ക് അതിൽ എന്തെല്ലാം റൈറ്റ് അതുകൊണ്ട് ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് വിത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ആൻഡ് ഇറ്റ് ഈസ് ഇഷ്യൂഡ് ഇൻ ഡീമെറ്റീരിയലൈസ്ഡ് ഫോം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ആ ഡെപ്പോസിറ്റിന്റെ ഒരു റെസിപ്റ്റ് എന്നുള്ള ലെവലിൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് നൽകുന്നു. ആ സർട്ടിഫിക്കറ്റ് എന്തായിരിക്കും, ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിലായിരിക്കും. ഓർ ആസ് എ യൂസൻസ് പ്രോമിസറി നോട്ട് ഫോർ ഫണ്ട്സ് ഡെപ്പോസിറ്റഡ് അറ്റ് എ ബാങ്ക് ഓർ അതർ എലിജിബിൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ എ സ്പെസിഫൈഡ് ടൈം പീരീഡ്. ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ഇതൊരു യൂസൻസ് പ്രോമിസറി നോട്ടാണ്.
എന്താണ് പ്രോമിസറി നോട്ട്? നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും പ്രോമിസറി നോട്ട് എന്ത് എന്നുള്ളത് അല്ലേ. പ്രോമിസ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. അത് പെർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞാൽ ഈ എമൗണ്ട് നൽകാം എന്നുള്ള ഒരു പ്രോമിസ് അല്ലെ. ആ പ്രോമിസ് നൽകുന്ന നോട്ടുകളെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡോക്യുമെന്റുകളെയാണ് നമ്മൾ പ്രോമിസറി നോട്ട്സ് എന്ന് പറയുന്ന അത്തരത്തിലുള്ള ഡീലിങ്സുകളെയാണ്. സോ പ്രോമിസറി നോട്ടിൽ യൂസൻസ് പ്രോമിസറി നോട്ടാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്നാണ് പറയുന്നത്. യൂസൻസ് പ്രോമിസറി നോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു പെർട്ടിക്കുലർ പീരീഡ് പറയുന്നുണ്ട്. ആ പീരീഡ് കഴിയാതെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ആ ഫണ്ട് ലഭിക്കില്ല എന്നുള്ളതാണ് യൂസൻസ് പ്രോമിസറി നോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ മെച്ചൂരിറ്റി പീരീഡ് ആക്ച്വലി വരുന്നത് 7 days to 364 days ആണ്. അത് ജസ്റ്റ് നോട്ട് ചെയ്യുക. 7 days മുതൽ 364 days വരെയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിന്റെ മെച്ചൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. അതിനുള്ളിൽ വരുന്ന ഏതെങ്കിലും ഒരു പീരീഡ് നമുക്ക് എന്ത് ചെയ്യാവുന്ന ഡിസൈഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അതിന്റെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ദീസ് ആർ അൺസെക്യൂർഡ് പ്രോമിസറി നോട്ട്സ് ഇഷ്യൂഡ് ബൈ ബാങ്ക്സ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അത് പ്രോമിസറി നോട്ടിൽ അൺസെക്യൂർഡ് ആയിട്ടുള്ള ഒരു പ്രോമിസറി നോട്ടാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ബാങ്കുകളും ഇഷ്യൂ ചെയ്യുന്ന ഒരു അൺസെക്യൂർഡ് പ്രോമിസറി നോട്ട്സ് ആണ്. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ആ ഇൻവെസ്റ്റ്മെന്റിന് എന്തില്ല, ഒരു സെക്യൂരിറ്റി നൽകുന്നില്ല എന്നുള്ളതാണ് അല്ലെ. നമുക്ക് സെക്യൂരിറ്റി നൽകുന്നില്ല. നമ്മൾ ലോണൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സെക്യൂരിറ്റി നൽകുന്നുണ്ട്. അതുപോലെയല്ല, ഇതൊരു അൺസെക്യൂർഡ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഇതിന് മറ്റൊന്ന് പറയുന്നത് ദീസ് ആർ ഷോർട്ട് ടേം ഡെപ്പോസിറ്റ് ഓഫ് സ്പെസിഫിക് മെച്ചൂരിറ്റി സിമിലർ ടു ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ ഷോർട്ട് ടേം പീരീഡിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ദെൻ ദീസ് ആർ നെഗോഷ്യബിൾ. നേരത്തെ പറഞ്ഞു ഫ്രീ ട്രാൻസ്ഫറബിൾ ആണ്. ദെൻ ദീസ് ആർ ജനറലി റിസ്ക് ഫ്രീ ആണ്. മീൻസ് അവിടെ എന്ത് ചെയ്യുന്നില്ല, അധികം പ്രൊസീജിയേഴ്സ് മറ്റു കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ഓൺ ടി ബിൽസ് ഓർ ടൈം ഡെപ്പോസിറ്റ്. ടൈം ഡെപ്പോസിറ്റിനേക്കാൾ അല്ലെങ്കിൽ ട്രഷറി ബില്ലിനേക്കാൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. മീൻസ് ഇൻകം അല്ലെങ്കിൽ റിട്ടേൺ കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള ഒന്നാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ദീസ് ആർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് റേറ്റിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്നുള്ള അല്ലേ. 1 ലക്ഷം രൂപയാണ് മിനിമം നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ 1 ലക്ഷത്തിന്റെ മൾട്ടിപ്പിൾസ് ആണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുക. സോ നമ്മൾ 1 ലക്ഷത്തിന്റെ ആ ഒരു ഡെപ്പോസിറ്റ് ആണ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഇഷ്യൂ ചെയ്യുന്നത് എന്തായിരിക്കും, 1 ലക്ഷത്തേക്കാൾ കുറഞ്ഞ ഒരു എമൗണ്ടിലായിരിക്കും. ദെൻ ദീസ് ആർ റീപേബിൾ ഓൺ ഫിക്സഡ് ഡേറ്റ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡേറ്റ് അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് 7 days മുതൽ 364 days വരെ അതിനുള്ളിൽ വരുന്ന ഒരു ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു ഡേറ്റിലാണ് എന്ത് ചെയ്യുന്നത്, റീപേ ചെയ്യുന്നത്. ദീസ് റിക്വയർ സ്റ്റാമ്പ് ഡ്യൂട്ടി. ഇത് ഒരു യൂസൻസ് പ്രോമിസറി നോട്ട് ആയതുകൊണ്ട് തന്നെ ഇതിന് സ്റ്റാമ്പ് ഡ്യൂട്ടി വരുന്നുണ്ട്. മീൻസ് അതിൻ്റെ രജിസ്ട്രേഷൻ പോലെയുള്ള ചാർജുകൾ ഇതിന് എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫീച്ചറായിട്ട് പറയുന്നത്. സോ ഇത്രയാണ് പ്രധാനമായിട്ടും ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. സോ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇത്രയേ ഉള്ളൂ. നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഫിക്സഡ് പീരീഡിലേക്ക് ലെസ് ദാൻ 1 year അല്ലെ, ഒരു 364 daysന്റെ ഉള്ളിൽ വരുന്ന ഒരു പീരീഡിലേക്ക് നമ്മൾ പർട്ടിക്കുലർ എമൗണ്ട് എന്നാണ് മിനിമം നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന 1 lakh ആണ്, 1 lakhന്റെ മൾട്ടിപ്പിൾസ് ആണ്. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. സോ ബാങ്കുകൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും, ഡീമെറ്റീരിയലൈസ്ഡ് ഫോർമാറ്റിലുള്ള അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ്, ഒരു പ്രൊമിസറി നോട്ടാണ്. സോ അത് നമുക്ക് ഉപയോഗിച്ചിട്ട് മറ്റു ട്രാൻസാക്ഷൻസ് നടത്താവുന്നതാണ്. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നത്. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു നെക്സ്റ്റ് വരുന്ന ഒരു ഇൻസ്ട്രുമെന്റുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.